ഹേയ് എവ്രി വൺ. അപ്പോൾ ഇന്ന് മെഹന്തിൻ്റെ വീഡിയോസ് ഒന്നും അല്ല കേട്ടോ. ഇന്ന് നമ്മൾ കാറ് വാങ്ങിയിട്ട് ഫസ്റ്റ് നമ്മളെ ഫാമിലി എല്ലാവരും കൂടെ ഒരു ചെറിയ ഔട്ടിങ്ങിന് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ 7:40 വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. രാവിലെ തന്നെ ഒരു ചെറിയ മഴ കയറ്റാൻ നല്ല രസമായിരുന്നു കേട്ടോ പോകാൻ വേണ്ടിയിട്ട്. എനിക്കാണ് എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിച്ചോണ്ട് ഇന്നെപ്പോലെ തന്നെ ഒരാളും കൂടി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ബ്രദർ ഞങ്ങൾക്ക് രണ്ടാക്കും ചെറിയൊരു മിൽക്ക് ഷേക്ക് ഒക്കെ വാങ്ങി തന്നു. അങ്ങനെ നല്ല നല്ല ഗ്രീനറി ഒക്കെ കണ്ട് നല്ല രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ എല്ലാവർക്കും വിശന്ന് തുടങ്ങി. കാരണം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ആക്ച്വലി ബോർഡറിന്റെ മുമ്പാണ് കേട്ടോ ഈ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഫോറസ്റ്റിലേക്ക് എൻ്റർ ചെയ്താൽ നമുക്ക് ഫുഡ് ഒന്നും കിട്ടാത്തതുകൊണ്ട് നമ്മളെല്ലാം സെറ്റാക്കി ഇട്ടാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. എനിക്കിങ്ങനെ ഫോറസ്റ്റിലൊക്കെ പോകാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നല്ല പേടിയാണ്. ആനനെയൊക്കെ നമ്മളെല്ലാവരും കാണുന്നതായിരിക്കും. പക്ഷെ എല്ലാ പ്രാവശ്യവും ഞാൻ പോകുമ്പോൾ ആനനെയും മാനിനെയും മാത്രമേ കാണലുള്ളൂ. ഇങ്ങനെ ഒരു പ്രാവശ്യം അനുവിൻ്റെ കൂടെ ഇതേപോലെ ഈ റൂട്ടിൽ പോയപ്പം ഒരു പട്ടിനെ കണ്ടിട്ട് കാട്ടിലെ കുറുക്കനാന്നൊക്കെ പറഞ്ഞ് എന്നെ പറ്റിച്ചതൊക്കെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ റിമെമ്പർ ചെയ്തിട്ടോ. പക്ഷെ ഈ പ്രാവശ്യം പോയപ്പോൾ കുറേ ആനിമൽസിനെ കണ്ടിട്ടുണ്ടായിരുന്നു. കുറേ പോയപ്പം ഒരു റോഡ് സൈഡിൽ ഇതേപോലെ ഫ്രഷ് മാംഗോസ് ഇങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുള്ള കണ്ട്. അപ്പോൾ നമുക്ക് ഫ്രഷ് മാങ്ങ വേണമെങ്കിൽ ഞങ്ങൾ തോട്ടമുണ്ട് അവിടുന്ന് പറിക്കാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി അവിടെ തോട്ടത്തിലേക്കൊക്കെ പോയി. ഇത് കുറേ മാവ് പല പല വെറൈറ്റിയിലെ മാങ്ങകളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള മാങ്ങ പറിക്കട്ടോ. എന്നിട്ട് നമ്മൾ ഗുണ്ടൽപേട്ട പോയിട്ടോ. അവിടുന്ന് എല്ലാവർക്കും അറിയാലോ നോർമലി അവിടെ സൺഫ്ലവറിന്റെ സീസൺ ആണ്. സോ അവിടേക്ക് ഇറങ്ങുക, കുറച്ച് വീഡിയോസ് ഫോട്ടോസ് ഒക്കെ എടുക്കുക. പിന്നെ ഇങ്ങനെ റോഡ് സൈഡിലൊക്കെ അവർ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള കുറേ ഫ്രഷ് ആയിട്ടുള്ള ചെറിയുള്ളി പച്ചക്കറികൾ കണ്ടിരുന്നു. അപ്പോൾ നമ്മളും കുറച്ച് പച്ചക്കറി ഐറ്റംസ് ഒക്കെ വാങ്ങി. റോഡ് മേൽ കൂടിയാണ് ഇവൽക്കൊന്നും ഒരു പേടിയില്ലാണ്ട് പോണേ. എന്ത് കൂളായിട്ട് ഇവലൊക്കെ പോണില്ലേ. ഇതാണ് നാട്ടിൽ കാണാത്ത കുറേ കാഴ്ചകൾ നമ്മൾ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ പോയാൽ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ ബന്ദിപ്പൂർ എത്തിയപ്പോൾ തന്നെ നാട്ടിൽ കൂട്ടങ്ങളോടെ ആടുകൾ ഉണ്ടാവെങ്കിൽ ആനിൻ്റെ കൂട്ടങ്ങളാട്ടോ ഞാൻ കാണുന്നത്. പക്ഷെ വമ്പിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം ഒക്കെ കടുവനെ കാണാൻ പറ്റിയില്ല കൈ. അങ്ങനെ നമ്മളിങ്ങനെ പോകുമ്പോൾ പല പല ടൈപ്പ് ഓഫ് കുരങ്ങനെ കണ്ട്, മയിലിനെ കണ്ട്. ഇതെന്താ മയിൽ എനിക്ക് മനസ്സിലായില്ല. എന്തോ ഒരു മയിലാണോ അല്ലേ. നിങ്ങൾ കാണുന്നുണ്ടല്ലോ മരത്തിന്റെ കളർ കുരങ്ങന്റെ കളർ ഒരേപോലെ അല്ലേ. അങ്ങനെ എന്താ ഇതേ ഞങ്ങൾക്ക് ഇളനീരൊക്കെ വാങ്ങി തന്നു കേട്ടോ. ഞങ്ങളെ കഴിച്ച് ഞങ്ങളെ സ്നേഹത്തിൽ വാങ്ങി തന്നാന്ന് കേട്ടോ. പക്ഷെ അല്ലായിരുന്നു. പിന്നല്ലേ ഞങ്ങൾക്ക് ആ ചതി മനസ്സിലായി. നമ്മൾ റീൽസിലൊക്കെ കാണലല്ലേ മസനഗുഡി വഴി ഊട്ടിയിലേക്ക് ഒരു യാത്ര നോക്കാം. ആ റൂട്ടിൽ നിങ്ങൾ എല്ലാവരും പോകണമെന്നേ അവരെ സസ്പെൻസ് ഞാൻ എന്തായാലും പറയുന്നില്ല. പിന്നെ നമ്മൾ ജസ്റ്റ് അവിടേക്ക് ഒന്ന് ഇറങ്ങി തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. സോ ഇത്രേ ഉള്ളൂ. ഇനി നമ്മൾ വീണ്ടും ഹെന്നന്റെ വ്ളോഗ് ആയിട്ട് വരും. സോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.